ഇത്തരത്തിലുള്ള വലിയ മെസ്സേജ് വരേണ്ട പല വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതായിരുന്നു കേരളം, അത് തന്നെയാണ് ഇപ്പോഴും കേരളം. വളരെ കുറച്ച് മാത്രം വാർത്തകളാകുമ്പോഴും നെഗറ്റീവ് വാർത്തകൾ എപ്പോഴും പോസിറ്റീവ് വാർത്തകൾ സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈറലായിക്കൊണ്ട് പെട്ടെന്ന് സഞ്ചരിക്കും. അതിനൊരു ഉദാഹരണം പറയാറുള്ളത്, കഴിഞ്ഞ സമയത്തെ ഒരു സുഹൃത്തായിട്ടുള്ള ഇൻഫ്ലുവൻസർ അഭിമാനൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. അതിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂം അടിച്ചു നോക്കിയിട്ട് റൂമിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള 1-2 മീറ്റർ അകലുള്ളവർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ അതിന്റെ ഒരു പെർഫ്യൂമിന്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യമോ ഒരു എലി ചത്തതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗാർബേജോ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് എടുത്ത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ അറിയും. അതുപോലെയാണ് എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ. നെഗറ്റീവ് വാർത്തകളല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്നുള്ളത് പോലെ തന്നെ വളരെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാനിവിടെ ഇപ്പോൾ 20 വർഷമാകുമ്പോൾ യുഎയിൽ വന്നിട്ട് ആദ്യമായിട്ട് സോനാപൂരിലുള്ള ലേബർ ക്യാമ്പ് ഉണ്ടെന്നും അവിടെയുള്ള മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പകൽ മുഴുവൻ, ഒരു മാസം മുഴുവൻ, ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുമെന്ന് അറിഞ്ഞത് അക്കാഫ് നമ്മളുടെ ടീമിന്റെ കൂടെ അന്ന് സോനാപൂരിൽ പോയപ്പോഴാണ്. അവിടെ ഞങ്ങൾ ആദ്യ തവണ പോയിരുന്ന സമയത്ത് വലിയ ചെമ്പിൽ ബിരിയാണി കൊടുത്തിട്ട് ബിരിയാണിയുടെ ചെമ്പ് അവിടെ ഓടേണ്ടി വന്നു. കാരണം അത്രമാത്രം ആളുകൾ ഓടിക്കൂടിയ സമയത്ത് അത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് 10,000-ൽ പരം ആളുകൾക്ക് അച്ചടക്കത്തോടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കാവുന്ന തരത്തിലേക്ക് ഈ ഒരു ഓൾ കേരള കോളേജ് കൂട്ടായ്മ വളരുന്നു എന്നുള്ളതാണ് നമുക്ക് അഭിമാനം തോന്നുന്നത്.